തീർച്ചയായിട്ടും കഴിഞ്ഞ 7 വർഷമായിട്ട് ശാസ്ത്രമംഗലത്തായിരുന്നു ഓഫീസ്. പക്ഷെ പൊടുന്നനെയാണ് ഒരു വിവാദം അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. എന്തായാലും ആ വിവാദം തുടരേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചത്. അപ്പൊ ആ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിലെ എല്ലാ ആളുകളും എത്തിയിട്ടുള്ളതാണ്. തമാശയ്ക്ക് പലരും പറയുന്നത് കല്യാണം വിളിക്കാനെങ്കിലും അവിടെ വരാത്തവരാരുമില്ല. അപ്പോ ആ നിലയിൽ ആളുകൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ആക്സസ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഓഫീസ് നിശ്ചയിച്ചത്. അപ്പൊ ജനപ്രതിനിധികളാകുമ്പോൾ അങ്ങനെയാണ്. ഞാൻ മേയറായിരിക്കുന്ന അവസരത്തിൽ കഴക്കൂട്ടത്ത് നഗരസഭയുടെ കെട്ടിടം കിട്ടിയില്ല. അപ്പൊ ഞാനൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തു. അവിടെയാണ് രാവിലെ കൗൺസിലർ എന്ന നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ട് നഗരസഭയിലേക്ക് വരുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഓഫീസ് കെട്ടിടം കണ്ടെത്തേണ്ടത്. പല ആളുകളുടെയും ചോദ്യം എന്തുകൊണ്ട് നഗരസഭ നമ്മുടെ ലോഡ്ജിൽ ഇരുന്നുകൂടാ, നമ്മുടെ MLA ഹോസ്റ്റലിൽ ഇരുന്നുകൂടാ എന്നുള്ളതൊക്കെ. ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഫീസ് ഉണ്ടാക്കേണ്ടത്. അത് മണ്ഡലത്തിന്റെ ഒരു ഹൃദയഭാഗത്ത് എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് വേണം എന്നുള്ളതാണ്. അതിനാണ് ഈ ഓഫീസ് കണ്ടെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു 200 പേരെങ്കിലും ഈ ഓഫീസ് വരാറുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു തടസ്സങ്ങളും ഇല്ലാതെ MLA കാണാം. അത് വയസ്സായവരുണ്ടാകും, വികലാംഗരായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അവർക്കൊന്നും ഒരു പ്രയാസവും ഇവിടെ വരാനില്ല. അപ്പോ ഇവിടെ MLA ഇല്ലെങ്കിൽ പോലും ഇവിടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ട്, അവരെ കാണാം, അപേക്ഷാ ഫോറങ്ങൾ വാങ്ങാം, കത്തുകൾ നൽകേണ്ടവർക്ക് നൽകാം. അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള ഒരു സൗകര്യമാണ് ഈ ഓഫീസിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ അത് വിവാദങ്ങൾ ഉണ്ടാക്കി അതിനില്ലാതാക്കിയവര് സ്വയം തിരുത്തരം നടത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങളല്ല, വികസനത്തിനാണ് വട്ടിയൂർക്കാവിൽ പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമവും ഒരു വികസനം ഇല്ല എന്നുള്ള ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് വന്നു. അപ്പൊ ഇതും കൂടി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ വിവാദം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷം ജനങ്ങൾക്കിടയിൽ MLA ഉണ്ടായിരുന്നു, ഇനിയും അതുണ്ടാകും. ഇവിടുത്തെ വികസനങ്ങൾ അപകൂരം തുടരും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ മുമ്പോട്ട് പോവുക. അടുത്ത മാസം ഞങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കും. ഈ വട്ടിയൂർക്കാവിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്ന് ആ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ സംശയാലുക്കളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് ഞങ്ങൾ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിക്കും. സർ, വട്ടിയൂർക്കാവില് ഒരു കോംപ്ലക്സ് നമ്മൾ പറഞ്ഞിട്ട് അത് പണി ചെയ്തുകൊണ്ട് വരികയാണ്. അതിപ്പോ ഒരുപാട് നാളത്തെ ഒരു യജ്ഞമാണ് നടക്കുന്നത്. പക്ഷെ അതിനെതിരായിട്ട് ഇപ്പം വേറൊരു രാഷ്ട്രീയ പ്രതിനിധി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ അത് പറഞ്ഞത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമാണ്. അതെ, നമുക്കറിയാം ഒരു നിലവിലൊരു റോഡ് അത് ടാർ ചെയ്യുന്നതിൽ നമുക്ക് വലിയ കാലതാമസമൊന്നും വരുത്തേണ്ട കാര്യമില്ല. നമുക്കൊരു പൈസ കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ 10 മീറ്ററിന് താഴെയുള്ള റോഡിനെ 18 മീറ്റർ ആക്കി മാറ്റുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ലാൻഡ് അക്വയർ ചെയ്യണം. അപ്പോൾ 7.5 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് 1000-ഓളം വരുന്ന കടകളെയും വീടുകളെയും ഒക്കെ ബാധിക്കുന്ന നിലയ്ക്കാണ് ലാൻഡ് എടുക്കേണ്ടി വന്നത്. സ്വാഭാവികമായിട്ടും ലാൻഡ് അക്വിസിഷൻ നടപടികൾ വർഷങ്ങളോളം നീളുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിച്ച് പൂർണ്ണമായും വസ്തു കൈവശത്തിലെടുത്ത് വസ്തു ഉടമസ്ഥർക്ക് കോമ്പൻസേഷൻ പൂർണ്ണമായും ഒരു നയാ പൈസ പോലും ബാലൻസ് ഇല്ലാതെ കൈമാറുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 5 വർഷം കൊണ്ട് ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ച് അതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ ഏറ്റെടുത്ത വസ്തുവകകളിലെ കെട്ടിടങ്ങളും മറ്റും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊളിച്ചു മാറ്റുന്ന ചില കെട്ടിട ഭാഗങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവിടെ എല്ലാം തകർത്ത് കിടക്കുകയാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഇത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്കറിയാം. വസ്തു വിട്ട് തന്നവർക്ക് മുഴുവൻ പണവും കിട്ടി, മറ്റ് RR പാക്കേജിലെ നഷ്ടപരിഹാരം കിട്ടി. അപ്പൊ ഇതൊക്കെ സമയബന്ധിതമായിട്ടാണ് പൂർത്തീകരിക്കപ്പെട്ടത്. വട്ടിയൂർക്കാവിൽ പുനരധിവാസത്തിന് വേണ്ടി 2.5 ഏക്കർ ഭൂമി കൂടി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. 86 കോടി രൂപ അതിനുവേണ്ടി മുടക്കുകയാണ്. ഒരുപക്ഷെ കിഫ്ബിയുടെ പ്രോജക്റ്റുകളിൽ പുനരധിവാസം ഉറപ്പാക്കുന്ന ആദ്യത്തെ പ്രോജക്റ്റായി വട്ടിയൂർക്കാവിലെ പുനരധിവാസ പരിപാടി മാറിയിട്ടുണ്ട്. സമയബന്ധിതമായി തന്നെ ഫെബ്രുവരി മാസത്തോടുകൂടി അതിന്റെ കല്ലിട്ട് നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു ഭരണം മാറ്റം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനമായിട്ട് ഇപ്പം പല വാട്സാപ്പ് പല വീഡിയോ ഒക്കെ കണ്ടിട്ട് പല ഇതും വരുന്നത് ഒരു ചെറിയൊരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട്, പുത്തനച്ചി പുരപ്പുറം തൂക്കും അല്ലെങ്കിൽ ഷോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണോ തോന്നുന്നത്, അതോ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഇവിടെ ഇപ്പൊ ഒരു ഭരണമാറ്റം വന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചില സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അത് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ മറ്റൊരു ഭരണകക്ഷി BJP അധികാരത്തിലേക്ക് വന്നു. അവര് കേന്ദ്രത്തിന്റെ പദ്ധതികളെല്ലാം ഇവിടെ കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. അവർ കൊണ്ടുവരട്ടെ. ഏതൊക്കെ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം നമ്മളെ സംബന്ധിച്ച് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തിരുവനന്തപുരം നഗരസഭയാണ് ടോപ്പ് അച്ചീവറായിട്ട് നിൽക്കുന്നത്. സ്മാർട്ട് സിറ്റിയിൽ നമ്മളാണ് ടോപ്പ്. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതിയുടെ നടത്തിപ്പിൽ നമ്മളാണ് ടോപ്പ്.
അമൃത് പദ്ധതിയുടെ നടത്തിപ്പിൽ നമ്മളാണ് ടോപ്പ്. അപ്പോ BJP പറയുന്നത് മറ്റെന്തോ മാജിക് കാണിക്കുമെന്നാണ്. ആ മാജിക് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.